ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Xylem Learning. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങളിലെ മുഴുവൻ ഗ്രാഫുകളുമാണ്. സോ വെൽക്കം ടു ദ വീഡിയോ. നമുക്ക് ഗ്രാഫുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ഗ്രാഫുകൾ മാത്രമാണ് നമ്മുടെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ട് ഗ്രാഫുകളെ കുറിച്ച് മാത്രം പഠിച്ചിട്ട് ഇതിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന പ്രശ്നം. പിന്നെ മറ്റൊരു കാര്യമാണ്, പല കുട്ടികളും ചിന്തിക്കുന്നുണ്ടാകും, ഇഷ്ടംപോലെ ഇക്വേഷൻസ് വെറുപ്പിക്കാൻ നമ്മൾ ഈ ചാപ്റ്ററിൽ ഉണ്ട് അല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാനൊക്കെ. അതിന്റെ കൂട്ടത്തിൽ എന്തിനാണ് ഇവർ ഈ ഒരു ഗ്രാഫിന് ആഡ് ചെയ്തത് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് പലരെയും കണ്ടെത്താൻ പറ്റും. അതായത് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് ഇപ്പൊ വെലോസിറ്റി കണ്ടെത്താന്ന് പറയുമ്പോൾ നമുക്ക് v=u+at എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഡിസ്പ്ലേസ്മെന്റ് ആകുമ്പോൾ അതാ നമുക്കറിയാം, ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ut+12at² എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഇതുപോലെ വെലോസിറ്റിനെയും ഡിസ്പ്ലേസ്മെന്റിനെയും ആക്സിലറേഷനെയും ഒക്കെ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് മാത്രമല്ല, ഗ്രാഫുകൾ ഉപയോഗിച്ചിട്ടും നമുക്ക് കണ്ടെത്താൻ പറ്റും. അതാണ് ഈ ഗ്രാഫുകളുടെ നമ്മുടെ ചാപ്റ്ററിലുള്ള റെലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ എങ്ങനെ അതൊക്കെ കണ്ടെത്താം? വെലോസിറ്റി ഗ്രാഫിൽ നിന്ന് കണ്ടെത്താൻ പറ്റുമോ? ആക്സിലറേഷൻ കണ്ടെത്താൻ പറ്റുമോ? ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താൻ പറ്റുമോ? യെസ്, കണ്ടെത്താൻ പറ്റും. എങ്ങനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിനാദ്യം നമ്മൾ ഗ്രാഫുകളുടെ കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ബേസിക് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ, അതായത് സ്ലോപ്പ് കണ്ടെത്താൻ അറിയാം. അതായത് ഒരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ചെരിവ് കണ്ടെത്താൻ നമുക്കറിയണം. പിന്നെ അടുത്തതാണ്, ഒരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടെത്താൻ നമുക്കറിയണം. പരപ്പളവ് അല്ലെ, പരപ്പളവ്. അതുപോലെ തന്നെ ഗ്രാഫ് വരയ്ക്കാൻ അറിയാം. ഈ മൂന്ന് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ചാപ്റ്ററിലെ മുഴുവൻ ചോദ്യങ്ങളും, ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. സോ ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെ മനസ്സിലും വരുന്ന സിമ്പിൾ കാര്യം എന്ന് പറയുന്നത് എക്സ് ആക്സിസും വൈ ആക്സിസും ആണ് അല്ലെ. എക്സ് ആക്സിസും വൈ ആക്സിസ്, എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. ഗ്രാഫിന് പല പല ഷേപ്പ് ഉണ്ടാവും. ചിലപ്പോൾ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും. പിന്നെ നമ്മൾ ചില കേസിൽ ബാർ ഗ്രാഫ്, പൈ ഗ്രാഫ് അങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. അതൊന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള, ചിലപ്പോൾ പല പല ഷേപ്പിലുണ്ടാവും അല്ലേ. അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഗ്രാഫുകൾ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് ആദ്യം ഒരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും സ്ലോപ്പ്, ചെരിവ് എങ്ങനെ കണ്ടെത്താൻ പറ്റുമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അതിന് ഞാൻ ഇവിടെ കുറച്ച് അളവുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ സ്കെയിലൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഈ വീഡിയോയിലൂടെ തന്നെ ഡിസ്കസ് ചെയ്യുമ്പോഴേ നമ്മുടെ ക്ലാസ് ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പൊ നിങ്ങൾക്ക് ആകെ വെറുക്കും. ഞാൻ കുറെ നേരം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ആകെ ഇഷ്ടാവില്ലല്ലോ. പെട്ടെന്ന് കാണുമ്പോൾ അല്ലെ, മനസ്സിലാവാനാണ് എല്ലാവർക്കും ഇഷ്ടം, പെട്ടെന്ന് കണ്ടു തീർക്കാൻ. ഓക്കെ, സോ നമ്മുടെ കയ്യിൽ ഒരു ഗ്രാഫ് ഉണ്ട്. സമയം സ്ഥാനം ഗ്രാഫാണ് അല്ലെ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രാഫ് വരയ്ക്കാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ബേസിക് ആണ്, അല്ലാതെ നിങ്ങളുടെ ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. സമയം എപ്പോഴും നിങ്ങൾ എക്സ് ആക്സിസിൽ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം വൈ ആക്സിസിലാണ് വരിക സ്ഥാനം അല്ലെ, പൊസിഷൻ. ഓക്കെ, റെഡി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മളെ കേസിലൊക്കെ ഗ്രാഫ് വരക്കാൻ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കൂടെ നമ്മുടെ കയ്യിൽ ഒരു ഗ്രാഫ് പേപ്പർ ഒരു തരും. അപ്പൊ ഇവിടെ ഗ്രാഫ് പേപ്പർ തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് വാല്യൂസും ദാ ഇവിടെ ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ. ഇത് അവിടെ നോക്കൂ, ഭയങ്കര സിമ്പിൾ ആയിട്ട് വാല്യൂ തന്നിട്ടുണ്ട്. 0, 2, 4. ഓ എന്താ പറക്കത്ത്. അടുത്ത നോക്കട്ടെ, സ്ഥാനം 0, 4, 8, 12 അല്ലെ. അവരൊക്കെ തമ്മിൽ 4, 4, 4 ഡിഫറൻസ് ഉണ്ട്. എല്ലാവരും സെയിം ഡിഫറൻസ് വരുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രാഫിന്റെ നമ്പേഴ്സ് ഇതാ ഇവിടെ ഇങ്ങനെ ഓരോ കള്ളി വീതം ഇങ്ങനെ എഴുതി കൊടുക്കാം. സിമ്പിൾ ആണല്ലോ, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഇനി നോക്ക്, ഇവിടെ നമുക്ക് 0, 10, 30, 50 അങ്ങനെയാണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഇങ്ങനെ എഴുതാൻ പറ്റുമോ? 0, 10, 30 അങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സ് ഒക്കെ ഈ നമ്പേഴ്സ് എല്ലാം ഉള്ള രീതിയിൽ ഒരു ഇത് എഴുതാം. അതായത് ഇപ്പൊ നമുക്ക് 0, 10, 20, 30, 40, 50 നോക്കൂ, എല്ലാ നമ്പറും ഇതിലുണ്ട്. 30 ഉണ്ട്, 50 ഉണ്ട്. എന്നാൽ ഇവർ തമ്മിൽ ഒരു സ്പെസിഫിക് ഡിഫറൻസും ഉണ്ട്. 10 ഡിഫറൻസ്. അങ്ങനെ ഒരു കോൺസ്റ്റന്റ് ഡിഫറൻസ് വരുന്ന രീതിയിൽ നിങ്ങൾ ഗ്രാഫിന് നമ്പേഴ്സ് എഴുതി കൊടുക്കണം കേട്ടോ. അല്ലാതെ ഈ ടേബിളിലുള്ള നമ്പർ അതേപോലെ എഴുതി കൊടുക്കല്ല. ഇനി അതുപോലെ എഴുതിയാലും പ്രശ്നമില്ല. നോക്കിക്കോ, 0, 2, 4 ഇതൊക്കെ അവിടുത്തെ പോലെ എഴുതാം. കാരണം സെയിം അല്ലെ, ഒരു കോൺസ്റ്റന്റ് ഡിഫറൻസ് ആണ് എല്ലാവരും തമ്മിലുള്ളത്. ഇത് 4 ഡിഫറൻസ് ആണ്, ഇതാണെങ്കിൽ 2 ഡിഫറൻസ്. സിമ്പിൾ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അതുപോലെ എഴുതി കൊടുത്തു. റെഡി. ഇനി നമുക്ക് ഗ്രാഫ് എന്ത് ചെയ്യാം? വരച്ചു കൊടുക്കാം. സോ ഇത് സമയസ്ഥാന ഗ്രാഫാണ്. ഇവിടെ സമയം 0 ആകുമ്പോൾ സ്ഥാനവും 0 ആണ്. സോ 0, 0 ആണ് അല്ലെ. 0, 0. അപ്പൊ ഇതാണ് അല്ലെ
0 0. നെക്സ്റ്റ് സമയം 2 ആകുമ്പോൾ സ്ഥാനം 4 ആണ്. സമയം 2 എന്ന് പറയുമ്പോൾ ഇതാണ്, അപ്പൊ സ്ഥാനം എത്രയാണ്? 4. അപ്പൊ ഞാൻ അവിടെ സ്റ്റാർ ഇട്ട് കൊടുക്കണം. ഇതാണ് പോയിന്റ്. ഓക്കെ, ഇതാണ് പോയിന്റ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എങ്ങനെയാ മനസ്സിലായത്? പ്ലസ് നമ്മൾ പെൻസിൽ എടുത്തിട്ട് 2 ഇങ്ങനെ വരച്ചെടുക്കുക. എവിടെ 4 മുട്ടുന്നത്? ഇത് അവിടെ മുട്ടുന്നത് അല്ലെ? അപ്പൊ ഇതാണ് ആ പോയിന്റ്. പെൻസിൽ എടുത്ത് വരക്കിട്ട് ആ പെൻസിൽ കൊണ്ട് വരച്ചത് മുഴുവൻ എന്ത് ചെയ്യണം? മായ്ച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു വൃത്തികേടായി പോകും ആകെ. ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. അടുത്ത പോയിന്റ് ആണ് 4 8. ഓക്കെ, വാവ്, 4 8. 4 ഇവിടെ ഉണ്ട്, 8 എവിടെ? 8 8. വാവ്, ഇത് അവിടെ അല്ലെ? അപ്പൊ 8 4 8. റെഡി? 4 8 അതും കിട്ടി. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് എന്താണ്? 6 12. 6 12 6 12. ഓക്കെ, ഇതാണ് നമ്മുടെ 6 12. സോ നമുക്ക് എന്ത് കിട്ടി? ഗ്രാഫ് ഇങ്ങനെ പോയിന്റ് ഇട്ട് കിട്ടി ഇല്ലേ? ഇതല്ല ഗ്രാഫ്. നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇതിനെ അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കണം. സോ വി ഗോട്ട് ദ ഷേപ്പ് അല്ലെ? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് കിട്ടിയത്. ഇതാണ് നമ്മുടെ ഗ്രാഫിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാഫ് വരക്കാൻ എല്ലാവരും പഠിച്ചല്ലോ. ഇനി അടുത്ത പോയിന്റ് ആണ് ഗ്രാഫിൽ നിന്നും സ്ലോപ്പ് കണ്ടെത്തുക അല്ലെങ്കിൽ ചെരിവ് കണ്ടെത്തുക എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഗ്രാഫിൽ നിന്നും ചെരിവ് കണ്ടെത്താൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഇത് ഭയങ്കര സിമ്പിൾ ആണ്. ഇപ്പൊ ഇതാ നമ്മുടെ കയ്യില് AB എന്ന് പറയുന്ന ഈ ഒരു ലൈൻ ആണുള്ളത്. ഓക്കെ, ഈ ഒരു ഗ്രാഫ് ആണുള്ളത്. ഇതിന്റെ സ്ലോപ്പ് കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ഇതിന്റെ കോർഡിനേറ്റ്സിന് നമ്മൾ എടുക്കണം. കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ എക്സ് കോമ വൈ എന്നുള്ള രീതിയിൽ എക്സ് ആക്സിസിലെ നമ്പർ കോമ വൈ ആക്സിസിലെ നമ്പർ നമുക്ക് അതിനെ എഴുതി കൊടുക്കാൻ പറ്റും. എല്ലാത്തിനെയും അങ്ങനെ എഴുതാൻ പറ്റും. ഇപ്പൊ ഈ ഒരു പോയിന്റിന് എക്സ് ആക്സിസിലെ നമ്പർ കോമ വൈ ആക്സിസിലെ നമ്പർ, എക്സ് ആക്സിസിലെ നമ്പർ കോമ വൈ ആക്സിസിലെ നമ്പർ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. അതിനെയാണ് നമ്മൾ കോർഡിനേറ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ് ആണ് എക്സ് കോമ വൈ 1 അല്ലെങ്കിൽ x1 കോമ y 1. അത് എത്രയാ നോക്കി. എക്സ് ആക്സിസിൽ എത്രയാ ഇവിടുത്തെ വാല്യൂ പറയുമ്പോൾ 0 ആണ് അല്ലെ? വൈ ആക്സിസിൽ എത്രയാ വാല്യൂ? അതും 0 ആണ്. അപ്പൊ 0 0 ആണ്. നെക്സ്റ്റ് നമ്മുടെ ബിന്റെ കോർഡിനേറ്റ് നമുക്കറിയാം x2 y2 ഞാൻ കൊടുക്കാണ് കേട്ടോ. ഓക്കെ, എ ബി ആണ്. സോ തുടക്കത്തിൽ 1 ലാസ്റ്റിൽ 2 കൊടുക്കുന്നു. സോ x2 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിലെ വാല്യൂ എത്രയാണ്? 6 y എന്ന് പറയുമ്പോൾ വൈ ആക്സിസിലെ വാല്യൂ എത്രയാണ്? 12. അപ്പൊ 6 12 നമുക്ക് കിട്ടി. So how we can find out the slope? ചെരിവ് എങ്ങനെ കണ്ടെത്താൻ? ആൻഡ് വാട്ട് ഇസ് സ്ലോപ്പ്? അതായത് ഈ ഒരു ലൈന് നമ്മുടെ എക്സ് ആക്സിസുമായിട്ട് എത്രത്തോളം ചെരിഞ്ഞിട്ടാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എത്രത്തോളം ചെരിഞ്ഞിട്ടാ നോക്കിക്കോ. ഈ ലൈൻ ഇപ്പൊ ഇങ്ങനെ തന്നെയാണെങ്കിൽ എക്സ് ആക്സിസുമായിട്ട് ആ ചെരിവേ ഇല്ല അല്ലെ? നേരിട്ടാണ്. ഇതാ ചെരിവ് കൂടി 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 എക്സ് ആക്സിസുമായിട്ട് ഇത്രയും ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇനിയും ചെരിഞ്ഞു കഴിഞ്ഞാൽ ചെരിവ് കൂടി കൂടി പോകും അല്ലെ? ഓക്കെ, അപ്പോൾ ഇത്രത്തോളം ചെരിവാണ് ഇതിനുള്ളത് എന്നാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കുന്നത്. അപ്പം മറ്റ് പല കുട്ടികളുടെയും മനസ്സിൽ വരുന്നൊരു കാര്യം, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആംഗിൾ അങ്ങോട്ട് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പം നമുക്ക് ആംഗിൾ അല്ലേ കിട്ടുള്ളൂ, അല്ലാതെ എത്രയാണ് അതിന്റെ കറക്റ്റ് ചെരിവ് എന്നുള്ളത് നമുക്ക് കിട്ടൂല. ആംഗിൾ അല്ല ചോദിച്ചത്, ചെരിവാണ്, സ്ലോപ്പാണ്. അപ്പൊ അതൊരു നമ്പർ ആയിട്ട് നമ്മൾ കണ്ടെത്തും. ഓക്കെ, അപ്പൊ സ്ലോപ്പ് കണ്ടെത്താൻ ഒരു ഇക്വേഷൻ ഉണ്ട്, മാത്സിൽ പഠിക്കുന്നതാണ് കേട്ടോ. അതൊന്നും ഫിസിക്സ് അല്ല. നിങ്ങൾ മാത്സിനെ പിരാകിയാൽ മതി, ഫിസിക്സിനെ ഇപ്പൊ തന്നെ പിരാകി കൊല്ലണ്ട കേട്ടോ. ഫിസിക്സ് പാവാണ്. y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ നമ്മുടെ കയ്യിൽ y2 ഉണ്ട്, y1 ഉണ്ട്, x1 ഉണ്ട്, x2 എല്ലാം ഉണ്ട്. പിന്നെ വല്ല പ്രശ്നമുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ലല്ലോ നമുക്ക്. സോ y2 എന്ന് പറയുമ്പോൾ എത്രയാടാ? അത് 12 ആണ്. സോ 12 മൈനസ് y1 എത്രയാ നോക്കണേ? 0 ഡിവൈഡഡ് ബൈ x2 എത്രയാണ്? 6 മൈനസ് x1 എത്രയാ നോക്കടാ? 0. സോ വി ഹാവ് 12 ഡിവൈഡഡ് ബൈ 6. 12 ബൈ 6 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 12ൽ എത്ര 6 ഉണ്ട്? 2 പ്രാവശ്യം. 6ൽ എത്ര 6? അപ്പൊ 2 ബൈ 1 എന്ന് പറയുമ്പോൾ 2 ആണ് ഇവിടെയുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത്. സോ നമ്മൾ സ്ലോപ്പ് കണ്ടെത്താൻ പഠിച്ചു. എന്താ സ്ലോപ്പ് കണ്ടെത്താനുള്ള ഇക്വേഷൻ? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ഈസ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ദ സ്ലോപ്പ്. സിമ്പിൾ ആണല്ലോ. ഇതെല്ലാവരും പഠിച്ചു വെക്കണം. പിന്നെ ഇപ്പൊ ഇനി ഇത് നമ്മളോട് ഇത്രയും വലിയ വരണ്ട സ്ലോപ്പ് കണ്ടെത്താൻ കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആണ്. ഇവിടെ 2 പോയിന്റ് എടുക്കുക, അവിടെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എന്താ അല്ലേ? അങ്ങനെ സിമ്പിൾ ആയിട്ട് y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ സ്ലോപ്പ് കണ്ടെത്താൻ പറ്റും. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്ലോപ്പ് കണ്ടെത്തുക. ഇനി നമ്മളോട് ചോദിക്കുന്ന അടുത്ത ചോദ്യമാണ്, നമുക്ക് ഇങ്ങനെ 2 ഗ്രാഫുകൾ തരും. 2 ഗ്രാഫുകൾ ഒരുമിച്ചാണ് അല്ലെ? എയും ബിയും തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ഇതിലേതിനാണ് സ്ലോപ്പ് കൂടുതൽ? സ്ലോപ്പ് ചെരിവ് ഏതിനാണ് കൂടുതൽ എന്ന് നമ്മളോട് ചോദിക്കും. നമുക്ക് ലോജിക്കുള്ള എല്ലാവർക്കും ഇത് അറിയാൻ പറ്റും. കാരണം ഇതാണ് നമ്മുടെ ഒരു ലൈൻ എന്ന് വിചാരിച്ചോളൂ. ഈ ലൈൻ ഇപ്പൊ എക്സ് ആക്സിസുമായിട്ട്
എങ്ങനെയാണ് 0 ആംഗിൾ ഉണ്ടാക്കുന്നത് അല്ലേ? അതായത് എപ്പോഴും നമ്മൾ എക്സ് ആക്സിസുമായിട്ടാണ് നോക്കുക കേട്ടോ. ചെരിഞ്ഞിട്ട് ആരുമായിട്ടാണ് നോക്കുക? എക്സ് ആക്സിസുമായിട്ടാണ് നമ്മൾ നോക്കുക. സോ ഇതാണ് നമ്മുടെ ലൈന്. ഈ ലൈൻ എന്ത് ചെയ്യും? ദാ അങ്ങനെ ചെരിവ് കൂടി 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 വാവ്, ബിക്ക് കുറച്ച് ചെരിവുണ്ട് അല്ലേ? നോക്കൂ, അതിനേക്കാൾ ചെരിവ് ആർക്കുണ്ട്? എക്ക് ഉണ്ട്. അപ്പൊ ആരാണ് എക്സ് ആക്സിസുമായിട്ട് കൂടുതൽ ആംഗിൾ ഉണ്ടാക്കുന്നത് നോക്കിയാൽ മതി. ഇപ്പോൾ ട്രാക്ടർ ഒക്കെ എടുത്തിട്ട് അളന്ന് നോക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഒരു 45 ഡിഗ്രി ഉണ്ടാവും, ഇത് നോക്കുമ്പോൾ ഒരു 75 ഡിഗ്രി ഒക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ എക്സ് ആക്സിസുമായിട്ട് ആരാണ് കൂടുതൽ ആംഗിൾ ഉണ്ടാക്കുന്നത്? അയാൾക്കാണ് ചെരിവ് കൂടുതൽ. സോ ഇവിടെ ആർക്കാ ചെരിവ് കൂടുതൽ? നിങ്ങൾ ഇനി ഇത് നോക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാലേ, ചില കേസിൽ ഇതിപ്പോ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും, ചില കേസിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരും. അപ്പൊ നമുക്ക് സ്ലോപ്പ് കണ്ടെത്താൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? ആ കേസിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കിയാൽ മതി ഇപ്പോൾ ട്രാക്ടർ വെച്ചിട്ട്. അപ്പൊ ആംഗിൾ ആർക്കാ കൂടുതൽ? അയാൾക്ക് ചെരിവ് കൂടുതൽ. അതാണ് നമ്മുടെ രണ്ടാമത്തെ കേസിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് ഏരിയ കണ്ടെത്തുക എന്നുള്ളത്. ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്നാ പറയാ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മളെ കയ്യിൽ ഇതാ ഒരു ഗ്രാഫ് ഉണ്ട്, ഇതാ ഒരു ലൈൻ ആണ് അല്ലെ? അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും, പഠിച്ചോനെ ഇതിന്റെ ഏരിയ എങ്ങനെ നമ്മൾ കണ്ടെത്താന്നൊക്കെ അല്ലെ? പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഒരിക്കലും ഇതിന്റെ ഏരിയ കണ്ടെത്തി പിടിക്കാനുള്ള ഇക്വേഷൻ ഒന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഒരു സംഭവം ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? അറിയാവുന്ന ഷേപ്പിലേക്ക് ഇതിനെ മാറ്റണം. അപ്പൊ ഇതൊരു ട്രയാങ്കിൾ ആയില്ലേ? ഇനി നമ്മൾ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടെത്തിയാൽ മതി. അതാണ് ഏരിയ അണ്ടർ ദ ഗ്രാഫ്. ഇത് കവർ ചെയ്യുന്ന ഏരിയ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ അറിയാവുന്ന ഒരു ഷേപ്പിലേക്ക് ഞാൻ അതിനെ മാറ്റാണ്. സോ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടുന്നു. ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഗ്രാഫ് കവർ ചെയ്യുന്ന ഏരിയ നമുക്ക് കിട്ടും. സിമ്പിൾ അല്ലേ? അപ്പൊ എങ്ങനെയാ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടെത്തുക? അത് അവിടെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ഏരിയ ഈസ് ഈക്വൽ ടു അല്ലെ പരപ്പളവ് അല്ലെ? ഏരിയന്റെ മലയാളമാണ് പരപ്പളവ്. എങ്ങനെയാ നമ്മൾ കണ്ടെത്തുക? ഹാഫ് ബി എച്ച് ചെയ്താൽ മതി അല്ലെ? അപ്പൊ നോക്കിയോ, അതായത് അര ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ ബ്രെഡ്ത്ത്, അതായത് ഇതാണ് കേട്ടോ, അത് എത്രയാണ്? 6 ആണ് അല്ലെ? ഇനി ഹൈറ്റ് എച്ച് എന്ന് പറയുമ്പോൾ ഹൈറ്റ് ആണ്, എത്രയാണ് നോക്കണേ? ഇത് എത്രയാണ്? 12 ആണ് അല്ലെ? ഓക്കെ, 6 ഇൻറ്റു 12 ചെയ്യും. രണ്ടൊന്ന് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 6ൽ എത്ര പ്രാവശ്യം 2 പോവും? 3 പ്രാവശ്യമാണ് അല്ലെ? 3 പ്രാവശ്യം 3 ഇൻറ്റു 12 ചെയ്യുമ്പോൾ നമുക്ക് 36 കിട്ടും. അങ്ങനെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റി. സോ വളരെ സിമ്പിൾ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ളത്, പിന്നെ ഗ്രാഫിൽ നിന്ന് മാർക്കാണ് ചെരിവ് കൂടുതൽ കണ്ടുപിടിക്കുക, മൂന്നാമത്തത് ഏരിയ കണ്ടുപിടിക്കുക. ഇത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. നമ്മുടെ ചാപ്റ്ററിൽ നമുക്ക് 2 ടൈപ്പ് ഗ്രാഫുകളെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. പൊസിഷൻ ടൈം ഗ്രാഫ്, സ്ഥാന സമയ ഗ്രാഫും, വെലോസിറ്റി ടൈം ഗ്രാഫ്, പ്രവേഗ സമയ ഗ്രാഫും. പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ ST ഗ്രാഫ് കേട്ടോ, ഡിസ്റ്റൻസോ ഡിസ്പ്ലേസ്മെന്റോ ഒക്കെ ആയിരിക്കും എസിന് ഉദ്ദേശിക്കുന്നത്. ST ഗ്രാഫ് അതായത് ടി എപ്പോഴും എക്സ് ആക്സിസിൽ കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെന്താ VT ഗ്രാഫ്. ഈ 2 പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളാ കാര്യങ്ങളെല്ലാം. റെഡി? ഓക്കെ, സോ ആദ്യം നമുക്ക് എന്ത് പഠിക്കാം? ആദ്യം നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫ്, സ്ഥാന സമയ ഗ്രാഫ് പഠിക്കാം. ഇതാണ് കേട്ടോ ഒന്നാമത്തെ പഠിക്കുന്നത്, പൊസിഷൻ ടൈം ഗ്രാഫ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്നും നമ്മളോട് എപ്പോഴും ചോദിക്കുക വെലോസിറ്റി കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമ്മൾ കടിഞ്ഞു പരിശ്രമിക്കും, ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി അല്ലെ? കാരണം എസും ടിയും മാത്രമേ ഉള്ളൂ. ഗ്രാഫിൽ നിന്നും എങ്ങനെ നമ്മൾ കണ്ടെത്തും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തലപുകഞ്ഞ് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗിവ്സ് വെലോസിറ്റി. ഒരു പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്നും നിങ്ങൾ ആ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഗ്രാഫിൽ ആ പോയിന്റിലുള്ള വെലോസിറ്റി നിങ്ങൾക്ക് കിട്ടും. അതാണ് ഭയങ്കര സിമ്പിളാന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഒരു ഗ്രാഫ് ഉണ്ട്, നോക്കൂ, സ്ഥാന സമയ ഗ്രാഫ്, ഒരു ST ഗ്രാഫ് ഉണ്ട്. ഇതാ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ബിയിലുള്ള പ്രവേഗം കണ്ടെത്തുക. ഒരു കാർ ഇങ്ങനെ പോവാണ്, ആ കാറിന്റെ മോഷനാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ബിയിൽ എത്തുമ്പോഴുള്ള ആ കാറിന്റെ പ്രവേഗം എത്ര? നമ്മൾ തലപുകഞ്ഞ് ആലോചിക്കണോ? വേണ്ട, നമ്മുടെ കയ്യിൽ സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. ഏതാണ്? സ്ഥാന സമയ ഗ്രാഫിന്റെ ചെരിവ് കണ്ടെത്തിയാൽ മതി. അപ്പൊ അവിടെയുള്ള ചെരിവ് ഇപ്പൊ നമ്മൾ ആലോചിക്കും, അയ്യോ എങ്ങനെ അത് കണ്ടെത്താന്ന് അല്ലെ? ഇതാണ് നമ്മുടെ ലൈൻ അല്ലെ? നമുക്ക് ഇവിടെ 2 കോർഡിനേറ്റ്സിന് എടുക്കാം. ഞാൻ തുടക്കത്തിലുള്ള എടുക്കുന്നത് എന്താന്ന് വെച്ചാൽ എപ്പോഴും 0 0 വന്നു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാ അല്ലെ? x1, y1 എന്താണ്? 0, 0 ആൻഡ് x2, y2 എന്ന് പറയുമ്പോൾ എന്താണ്? എത്ര വരിക? x2 എന്ന് പറയുമ്പോൾ 6, yയിലേക്ക് നോക്കാം 3. അപ്പൊ 6, 3. സിമ്പിൾ ആയിട്ട് സ്ലോപ്പ് കണ്ടെത്താം. എങ്ങനെയാ കണ്ടെത്താം? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ചെയ്താൽ മതി. അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് നമ്മുടെ കയ്യിൽ എല്ലാവരും ഉണ്ട്. x1 ഉണ്ട്, y1 ഉണ്ട്, x2 ഉണ്ട്, y2 ഉണ്ട്. നമ്മൾ സിമ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്യുന്നു. y2 പറയുമ്പോൾ 3, y1 എന്ന് പറയുമ്പോൾ 0, x2 എന്ന് പറയുമ്പോൾ 6, x1 എന്ന് പറയുമ്പോൾ 0. നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 3/6, അതായത് 1/2. അതാണ് ഇവിടെയുള്ള സ്ലോപ്പ് കിട്ടിയത്. ആ സ്ലോപ്പാണ് ഇവിടെയുള്ള
വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറയുന്നത്. സോ വി ഗോട്ട് ദ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി സമം പ്രവേഗം അല്ലെ, പ്രവേഗം സമം 0.5 മീറ്റർ ബൈ സെക്കൻഡ്. അപ്പൊ ചിലർക്ക് സംശയം വരും, 0.5 അതെന്താ? എടാ, അരക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് 0.5. അരനെ തന്നെയാണ് 0.5 എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ST ഗ്രാഫ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ST ഗ്രാഫിൽ നിന്നും എക്സാമിന് ചോദിക്കുന്ന അടുത്തൊരു ചോദ്യമാണ്, നമ്മുടെ കയ്യിൽ 2 കാറുകളുണ്ട്, ഒന്നൊരു റോൾസ് റോയ്സും ഒന്നൊരു ബെൻസും ആണ്. ഇതിലേതിനാണ് വെലോസിറ്റി കൂടുതൽ, അല്ലെങ്കിൽ ചോദിക്കും ഇതിലേതിനാണ് സ്പീഡ് കൂടുതൽ എന്നൊക്കെ. രണ്ടും ഒന്നാണ് കേട്ടോ. അതായത് മനസ്സിലാക്കി വെക്കുക, ഈ ഒരു കേസിൽ രണ്ടും ഒന്നാണ്. സ്ട്രെയിറ്റ് ലൈനിലാണ് നമ്മളെ കാറ് പോകുന്നത്. ആ സമയത്ത് നമ്മുടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഒക്കെ സെയിം ആയിരിക്കും. അപ്പൊ സ്പീഡും വെലോസിറ്റി ഒക്കെ സെയിം ആയിരിക്കും. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ എങ്ങനെ കണ്ടെത്തും ആർക്കാണ് സ്പീഡ് കൂടുതലെന്ന്? എൻ്റെ മക്കളെ, ആർക്കാണ് വെലോസിറ്റി കൂടുതൽ നോക്കിയാൽ മതി. എങ്ങനെ വെലോസിറ്റി കണ്ടെത്തുക? അതന്നെ സംഭവം. ആർക്കാണ് ചെരിവ് കൂടുതൽ നോക്കുക, ആരെ കൂടുതൽ ആംഗിൾ ഉണ്ടാക്കുന്നത്? നമ്മൾ ജസ്റ്റ് ഒരു പ്രൊട്രാക്ടർ വെച്ച് നോക്കിയാൽ മതി. ഇത് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇതൊരു 30 ഡിഗ്രി ഒക്കെ ഉണ്ടാവും അല്ലേ? ഇതാണെങ്കിലോ വാവ്, ഇത് അത്യാവശ്യം ആംഗിൾ നോക്കുന്ന സമയത്ത് നമുക്കൊരു 55 ഡിഗ്രി ഒക്കെ കാണാം അല്ലേ? അപ്പൊ ആർക്കാണ് സ്ലോപ്പ് കൂടുതൽ? ബിക്കാണ് സ്ലോപ്പ് കൂടുതൽ. സ്ലോപ്പ് കൂടിയ ആൾക്കാണ് വെലോസിറ്റി കൂടുതൽ. സെറ്റ് അല്ലേ? സ്ലോപ്പ് കൂടിയ ആൾക്കാണ് വെലോസിറ്റി കൂടുതൽ. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. സ്ലോപ്പ് ഗിവ്സ് വെലോസിറ്റി അല്ലെ? ചെരിവ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രവേഗം കിട്ടും. അപ്പൊ ആർക്കാണ് ചെരിവ് കൂടുതൽ അയാൾക്കാണ് വെലോസിറ്റി കൂടുതൽ. സിമ്പിൾ ആണല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുക കേട്ടോ. ഇനി നമ്മൾ ഇത് നേച്ചർ ഓഫ് ഗ്രാഫും കൂടെ ഇതിലൊന്ന് പഠിച്ചു വെക്കണം. അതായത് ST ഗ്രാഫിന്റെ 3 ഷേപ്പുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതാണ് ആ ഷേപ്പുകൾ കേട്ടോ. നോക്കണേ, ST ഗ്രാഫിൽ ഇതാ ഇതുപോലെയാണ്. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണെങ്കിൽ ആ വസ്തു റെസ്റ്റിലാണ്. അതായത് നിങ്ങൾ സമയം നോക്കിക്കേതാ, സമയം 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് സമയം അങ്ങനെ പോകുന്നുണ്ട്. എല്ലാ സമയത്തും കാർ എവിടെയാണ്? കാർ ഇത് അവിടെ തന്നെ നിർത്തി സെയിം സ്ഥലത്താണ്. കാർ അനങ്ങിയിട്ടില്ല. ദാറ്റ് മീൻസ് കാർ റെസ്റ്റിലാണ് അല്ലെ? അപ്പൊ റെസ്റ്റ് ആണ്. ഇതെന്ന് പറയുമ്പോൾ യൂണിഫോം മോഷൻ, സെയിം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നതാണ് കേട്ടോ. യൂണിഫോം മോഷൻ അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി എന്നൊക്കെ നമ്മൾ അതിന് വിളിക്കും. സെയിം സ്പീഡിൽ പോവുക അല്ലെങ്കിൽ സെയിം വെലോസിറ്റിയിൽ പോവുക. ഓക്കെ, റെഡി? ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ അല്ല ഡിഫറെന്റ് ആണ് അല്ലെ? സ്ട്രെയിറ്റ് ലൈൻ അല്ല. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിലാണ് സെയിം എന്ന് പറയാം. ഇതെന്തായിരിക്കും? അപ്പോൾ നോൺ യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ നോൺ യൂണിഫോം മോഷൻ ആണ്. ഇതാണ് നമ്മുടെ ST ഗ്രാഫിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലെങ്കിൽ പ്രവേഗ സമയ ഗ്രാഫ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഒറ്റ കാര്യമേ നിങ്ങൾ മനസ്സിലാക്കാനുള്ളൂ. ഇതായി 2 കാര്യങ്ങൾ. ഒറ്റ കാര്യം, 2 കാര്യം. ഒന്ന് സ്ലോപ്പ് കണ്ടെത്താൻ അറിയണം, ഒന്ന് ഏരിയ കണ്ടെത്താൻ അറിയണം. ഏരിയ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ VT ഗ്രാഫ് എന്ന് പറയുമ്പോൾ V ഓൺ Y ആക്സിസ് ആൻഡ് T ഓൺ X ആക്സിസ്. അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു VT ഗ്രാഫിന്റെ ഏരിയ പരപ്പളവ് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം കിട്ടും. നിങ്ങൾ ഞെട്ടിപ്പോയോ? റെഡി? നോക്കൂ, അടുത്തതാണ് ഈ ഗ്രാഫിന്റെ, അതായത് VT ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ, ചെരിവ് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടും? നിങ്ങൾ ഞെട്ടിയിട്ട് പോകും. അതാണ് ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം കിട്ടും. സിമ്പിൾ അല്ലേ? എത്രക്ക് സിമ്പിളാ അല്ലെ? ഈ 2 കാര്യങ്ങൾ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. ST ഗ്രാഫിൽ ഒറ്റ കാര്യം അറിയേണ്ടത് എന്നുള്ള ചെരിവ് സ്ലോപ്പ് കണ്ടെത്താന് ഇവിടെ 2ഉം അറിയണം. 2 പറഞ്ഞാൽ 2 ആൾക്കാരെ കിട്ടും. സോ ചോദ്യം ഇതാണ്, ഫൈൻഡ് ആക്സിലറേഷൻ ഓഫ് ദ കാർ അറ്റ് എയിലുള്ള കാറിന്റെ ത്വരണം കണ്ടെത്തുക. വളരെ സിമ്പിൾ. നമുക്കിത് അറിയാത്ത ഒരാൾ എന്ത് ചെയ്യും? രാവും പകലും ഇരുന്ന് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ നോക്കിയിരിക്കും അല്ലെ? കണ്ണോണ്ട് കാര്യമുണ്ട്? ഒരു കാര്യമില്ല അല്ലെ? നമുക്കറിയുന്ന കാര്യമാണ് സ്ലോപ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഗ്രാഫിന്റെ ചെരിവ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം കിട്ടുമെന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലെ? ദാറ്റ് മീൻസ് സ്ലോപ്പ് ഗിവ്സ് ആക്സിലറേഷൻ. ചെരിവ് നമുക്ക് ത്വരണത്തെ കുറിച്ചിട്ടുള്ള ഐഡിയ തരും. ഹൗ വി ക്യാൻ ഫൈൻഡ് ദ സ്ലോപ്പ്? y2 minus y1 divided by x2 minus x1. അപ്പൊ പല കുട്ടികൾക്ക് സംശയം വരും, y1 x1 x2 ഒക്കെ എവിടെ എടുക്കാന്നുള്ളത് അല്ലെ? ഇതാണ് നമ്മളോട് എയിലുള്ളതാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എ വരെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ? സ്ട്രെയിറ്റ് ലൈൻ ആണ്. നിങ്ങൾ എവിടെ കോർഡിനേറ്റ് എടുത്തു കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് തോന്നുകയാണ് ഇവിടെ നിന്ന് മുതലുള്ളത് മാത്രമേ ഞാൻ ചെരിവ് നോക്കുന്നുള്ളൂ. നിങ്ങൾ തോന്നുകയാണ് ദാ ഇത്രയാണ് ഞാൻ നോക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കാം, എടുക്കാം കേട്ടോ. ഇത്രയും ലെങ്ത് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇവിടെ കൊടുക്കാം, ഏത് കൊടുത്താലും ഒരു പ്രശ്നമില്ല. കാരണം ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ചെരിവ് സെയിം ആയിരിക്കും. സോ ഹിയർ വി ഹാവ്, നമുക്ക് ഇത് എടുക്കാം. ഞാൻ എന്ത് ചെയ്യാണ്? OA എടുക്കുന്നു കേട്ടോ. OA എന്ന് പറയുമ്പോൾ ഓയിലുള്ള കോർഡിനേറ്റ് x1, y1 അത് 0 0. x2, y2 എന്ന് പറയുമ്പോൾ താഴേക്ക് 6 ഉണ്ട്, ഇവിടെ 15 അല്ലേ? 6, 15. സോ y2 minus y1 divided by x2 minus x1 എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ കൊടുക്കുന്നു. 15 divided by 6 എന്ന് വരും അല്ലേ?
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 3 കൊണ്ട് കട്ട് ചെയ്യാം. ഇവിടെ 5 അല്ലെ, 3 15 എത്ര 3 ഉണ്ട്, 5 ഉണ്ട്. 6 എത്ര 3 2 ഉണ്ട് അല്ലെ, 5/2 അത് 2.5 2.5 മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ ആണ് ഇവിടെയുള്ള ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? റെഡി? ഓക്കെ. ഇനി അടുത്ത ചോദ്യമാണ്. നമ്മുടെ കയ്യിൽ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്, 4ാമത്തെ സെക്കൻഡില് ഈ വസ്തുവിന്റെ വെലോസിറ്റി എത്രയാണ്? ഒരു വസ്തുവിന്റെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. 4ാമത്തെ സെക്കൻഡിൽ അതിന്റെ വെലോസിറ്റി എത്ര? വളരെ സിമ്പിൾ. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനോട് ചോദിച്ചാൽ പോലും കിട്ടും അല്ലെ? ഓക്കെ. അപ്പൊ ചോദ്യം ഇതാണ്, 4ാമത്തെ സെക്കൻഡിൽ എത്രയാ വെലോസിറ്റി നോക്കൂ. അത് 10 മീറ്റർ ബൈ സെക്കൻഡ് ആണ് അല്ലെ. ഗ്രാഫിലേക്ക് നോക്കിയാൽ മതി. നെക്സ്റ്റ്, വസ്തുവിന് ഏറ്റവും കൂടുതൽ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം ലഭിക്കുന്നത് ഏത് സമയത്താണ്? നമുക്ക് നോക്കാം. വാവ്, അത് ഇവിടെയാണ് അല്ലെ മാക്സിമം. അത് എവിടെയാണ്? 15 ആണ് മാക്സിമം വരുന്നത്. ഏത് സമയം എന്ന് വെച്ചാൽ 6th സെക്കൻഡിലാണ്. അടുത്ത ചോദ്യങ്ങൾ ഞെട്ടിയിട്ട് പോകും. ദിസ് ഇസ് എ ചോദ്യം. കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് 12th സെക്കൻഡ്. 12ാമത്തെ സെക്കൻഡിലുള്ള സ്ഥാനാന്തരം കണ്ടെത്തുക. എങ്ങനെ നമ്മൾ കണ്ടെത്തും അല്ലയ്യ? നമ്മൾ സ്റ്റക്കായി പോവോ? സ്റ്റക്കായി പോകേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു VT ഗ്രാഫിൽ നിന്നും ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താൻ നമ്മളിങ്ങനെ രാവും പകലിരുന്ന് ആലോചിക്കണോ? വേണ്ട. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമ്മുടെ കയ്യിൽ ഈ ഒരു സംഭവം ഉണ്ട്. ഏരിയ കണ്ടെത്തിയാൽ മതി. VT ഗ്രാഫിന്റെ ഏരിയ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം കിട്ടും. റെഡി ആണല്ലോ? VT ഗ്രാഫിൽ നിന്നും ഏരിയ കണ്ടെത്തിയാൽ മാത്രം മതി. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു 12ാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെയാ കിടക്കുന്നത്. അതായത് ഈ മൊത്തം കൂട്ടണം അല്ലെ. അപ്പൊ നോക്കൂ, നമ്മുടെ ഗ്രാഫിന്റെ ഷേപ്പ് ഒരു ത്രികോണാണ്. ത്രികോണം ട്രയാങ്കിൾ ആണ്. അപ്പൊ ഹാഫ് BH ചെയ്താൽ മതി. അതായത് 1/2 × B എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലെ. അത് എത്രയാണ്? 12 × ഇതിന്റെ ഹൈറ്റ് നോക്കണേ, എത്രയാണ്? 15. വാവ്, സിമ്പിൾ അല്ലെ. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണല്ലോ. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയുള്ള എന്ത് കിട്ടും? അവിടെയുള്ള ഏരിയ കിട്ടും. ആ ഏരിയ ആണ് അവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. 6 എത്ര വരും? 6 × 15. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിൾ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുക. ചെയ്തരണോ? 15 × 6 6 5 30, ബാക്കി 3 ഒരു 6 3 90. സോ നമുക്ക് എത്ര കിട്ടും? 90 മീറ്റർ ആണ് അവിടെയുള്ള അതല്ലേ. 90 ആണ് അവിടെയുള്ള ഏരിയ. ദാറ്റ് മീൻസ് 90 ആണ് അല്ലെങ്കിൽ 90 മീറ്റർ ആണ് അവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക കേട്ടോ. റെഡി? അപ്പൊ ഇങ്ങനെയാണ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുക. അടുത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് നമ്മുടെ ഗ്രാഫിന്റെ ഷേപ്പുകൾ. ഞാൻ ഇവിടെ തന്നെ എഴുതി കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുമ്പോൾ കേട്ടോ. അപ്പൊ ഫസ്റ്റ് 4 എണ്ണം പഠിക്കാണ്ട് കേട്ടോ. 4 ഷേപ്പുകൾ പഠിക്കാണ്ട്. ഒന്ന് ഇങ്ങനെയാണ്. അതാണ് ഈ കാറ് സെയിം വെലോസിറ്റി. നിങ്ങൾ ഏത് സമയത്ത് നോക്ക്, സെയിം വെലോസിറ്റി അങ്ങനെയുള്ള മോഷൻ നമ്മൾ വിളിക്കുന്നതാണ് യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേഗമാണ്. അടുത്ത നോക്കണേ, ഇവിടെ വെലോസിറ്റി കുത്തനെ കൂടി പോവാണ് അല്ലെ. വെലോസിറ്റി ഇൻക്രീസസ്, പ്രവേഗം കൂടുന്നു. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം. അടുത്ത നോക്കിയോ, ഇതിന് നേരെ ഓപ്പോസിറ്റ്, വെലോസിറ്റി കുറഞ്ഞു വരാണല്ലേ. അത് നമ്മൾ വിളിക്കുന്നവരാണ് റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മന്ദീകരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആക്സിലറേഷൻ എന്നൊക്കെ പറയാം. നെഗറ്റീവ് ത്വരണം. അടുത്തതാണ് പല എങ്ങനെയൊക്കെ ഷേപ്പിൽ അല്ലെ. അതാണ് നോൺ യൂണിഫോം ആക്സിലറേഷൻ അല്ലെങ്കിൽ അസമത്വരണം. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രാഫുകളുടെ ഷേപ്പ്. VT ഗ്രാഫിൽ നമ്മൾ 4 അല്ലെ. നേച്ചർ ഓഫ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ 4 ഷേപ്പുകൾ പഠിക്കുന്നുണ്ട്. ST ഗ്രാഫില് നമ്മൾ വെറും എത്ര ഷേപ്പുകളാ പഠിച്ചത്? 3 ഷേപ്പുകൾ പഠിച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലെ. ST ഗ്രാഫിൽ 3 ഷേപ്പുകളാണ് നമ്മൾ പഠിച്ചത്. പിന്നെ 3 പോയിന്റുകൾ നമ്മൾ പഠിച്ചു. അതിൽ ഒരു പോയിന്റ് നമ്മൾ ആദ്യം യൂസ് ചെയ്ത് എവിടെയാണ് അല്ലെ. അതായത് വെലോസിറ്റി കണ്ടുപിടിക്കാൻ എവിടെ നിന്നും ST ഗ്രാഫിൽ നിന്നും നിങ്ങൾക്ക് വെലോസിറ്റി കണ്ടെത്താം അല്ലെ. അപ്പൊ ഞാൻ അതൊന്ന് എഴുതി കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഞാൻ എഴുതി കൊടുക്കുകയാണ്. അതായത് സംഭവം ഇവിടെ ഉണ്ട്. അതായത് ഒന്ന് എഴുതാണ്. അതായത് മക്കളെ, നമുക്ക് ഗ്രാഫില് 2 ഗ്രാഫുകളാണ് പഠിക്കാനുള്ളത്. ഒന്നെന്ന് പറഞ്ഞാല് ST ഗ്രാഫും ഒന്നെന്ന് പറഞ്ഞാല് VT ഗ്രാഫും. ST ഗ്രാഫ് എന്ന് പറയുമ്പോൾ ST, VT ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ് VT അല്ലെ. VT. ഓക്കെ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? സ്ലോപ്പ് അല്ലെങ്കിൽ നമ്മുടെ ചെരിവ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി അല്ലെ. വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം കിട്ടും. അത് നമ്മൾ പഠിച്ചു. ഇതിൽ നിന്നോ സ്ലോപ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ അല്ലെ, ചെരിവ് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരാളെ കിട്ടും. അതുപോലെ തന്നെ ഏരിയ കണ്ടെത്തി കഴിഞ്ഞാൽ, പരപ്പളവ് കണ്ടെത്തി കഴിഞ്ഞാൽ മറ്റൊരാളെ കിട്ടും. അതാണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം. സ്ലോപ്പ് കണ്ടെത്തിയാൽ നമുക്ക് ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഗ്രാഫ് വരക്കാനുള്ള ചോദ്യങ്ങളായാലും ഇനിയും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായാലും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരാം.
സോ താങ്ക് യു സോ മച്ച്. ആൻഡ് ബിഫോർ ദാറ്റ് ഇതാണ് നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിന് അല്ലെ, ഇവിടെ ഉണ്ട്. മലയാളം ഞാൻ വായിച്ചിരുന്നോ? സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗിവ്സ് വെലോസിറ്റി. നമുക്ക് ത്വരണം കിട്ടും ചെരിവ് കണ്ടെത്തി കഴിഞ്ഞാല്. പിന്നെ ഏരിയ ഓഫ് വി ടി ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം കിട്ടും. വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് ചെരിവ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ കൊടുത്തതാണ്. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് ബിഫോർ ദാറ്റ് നിങ്ങൾക്കൊരു ഹോംവർക്ക് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഹോംവർക്ക് അല്ല, നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. സോ താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതിന് ആൻസർ എഴുതാൻ മറക്കണ്ട. ആൻഡ് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അത് മാത്രമല്ല നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. എക്സാമിലേക്ക് ഇനിയും ഒരുപാട് ദിവസങ്ങളില്ല, കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമുക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.